വഖഫ് ഇപ്പോൾ മുനമ്പത്ത് മാത്രമാണോ നോട്ടീസ് നൽകിയത്? ഒരു സംശയമുണ്ട്. കാരണം നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന മുനമ്പത്തെ പ്രശ്നം മാത്രമാണ്. അത് മാത്രമാണ് ശരിക്കും പ്രശ്നം? അല്ല, നമ്മൾ തന്നെ ഓൾറെഡി പറഞ്ഞല്ലോ, തളിപ്പറമ്പിൽ നോട്ടീസ് കൊടുത്തിട്ടുള്ള 600 ഏക്കർ ഭൂമി അവിടുത്തെ പള്ളിയുടെയാണ് എന്ന് പറഞ്ഞ് 100-ലേറെ പേർക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും പുതിയ വിവരം വരുന്നത് വയനാട് ജില്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട് ജില്ലയിൽ വഖഫ് ആളുകൾക്ക് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. വയനാട് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇടക്കൊച്ചിയിൽ നിന്ന് 7-8 കിലോമീറ്റർ ഉണ്ട് ചെല്ലാനത്തേക്ക്. അവിടുത്തെ ഒരു മുസ്ലിം പള്ളിയുടെ ആണ് ചെല്ലാനം മുഴുവൻ എന്ന് പറഞ്ഞിട്ട് വഖഫ് അവരുടെ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുണ്ട്. ഒരു റഫറൻസ് നമ്പർ കൊടുത്തിട്ട് ചെല്ലാനം പ്രദേശം മുഴുവൻ ഇടക്കൊച്ചിയിലെ പള്ളിയുടെയാണ്. ചെല്ലാനത്ത് ഒറ്റ മുസ്ലിം പള്ളിയില്ല. ഈ ഇടക്കൊച്ചിയിലെ മുസ്ലിം പള്ളി സമീപകാലത്തുണ്ടായി വന്നതാണ്. അപ്പോൾ മുസ്ലിം പള്ളിയുടെ അധീനതയിലാണ് ചെല്ലാനം കടപ്പുറം മുഴുവൻ എന്ന് വഖഫ് നോട്ടീസ് കൊടുത്തിട്ടില്ല. പക്ഷേ വഖഫിൻ്റെ വെബ്സൈറ്റിൽ അവരുടെ പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്ന് കാണിക്കുന്നതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റഫറൻസ് നമ്പർ സഹിതം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സമാനമായ കാര്യമാണ് ഇപ്പോൾ ചാവക്കാട് വന്നിരിക്കുന്നത്. ചാവക്കാട് ഒരു പള്ളിയുണ്ട്, വളരെ പ്രശസ്തമായ പള്ളിയാണ് മണത്തല മസ്ജിദ്, മണത്തല മോസ്ക്. അവിടുത്തെ ആണ്ട് നേർച്ചയൊക്കെ വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ ചുറ്റുമുള്ള 200ഓളം വീടുകൾ ഇരിക്കുന്ന സ്ഥലം വഖഫിൻ്റെയാണെന്ന് പറഞ്ഞു. പള്ളിക്ക് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ വഖഫിൻ്റെയാണ്. ആ കൂട്ടത്തിൽ സർക്കാരിൻ്റെ പട്ടയം കിട്ടിയ ഭൂമിയുണ്ട്, സർക്കാർ പട്ടയം കൊടുത്ത ഭൂമിയുണ്ട്. ആളുകൾ കാലങ്ങളായി തലമുറകളായി താമസിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും മസ്ജിദിന് ചുറ്റും താമസിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും ആരാണ്? മുസ്ലിം സഹോദരങ്ങളാണ്. അപ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്കും പ്രശ്നമാണ് വഖഫ് മൂലം. കാരണം ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ ആ പള്ളിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് സ്വാഭാവികമായും ഇവർ അവകാശവാദം ഉന്നയിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, ഈ ശ്മശാൻ ഖബർസ്ഥാനൊക്കെ വന്നിട്ട് അവിടെ മതിൽ കെട്ടും. മതിൽ കെട്ടിക്കഴിഞ്ഞാൽ വഖഫ് നിയമപ്രകാരം അതിന് ചുറ്റുമുള്ള ഭൂമി ഈ വഖഫിൻ്റെയാണ് എന്ന് പറയുന്ന ഒരു പ്രവണത ഈ പുതിയ നിയമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതായത് മതിൽക്കെട്ടിനകത്തുള്ളതാണ് മതിൽ കെട്ടുന്ന ആളുടെ എന്ന് പറയുന്നത്. പക്ഷേ ശ്മശാനവും മറ്റും വന്നു കഴിഞ്ഞാൽ ആ ശ്മശാനത്തിൻ്റെ മതിലിന് പുറത്തുള്ള ഭാഗവും വഖഫിൻ്റെ ആണ് എന്ന് പറയുന്ന വിചിത്രമായ ഒരു നിയമമാണ് നിലവിലുള്ളത്. അപ്പോൾ പലർക്കും ഈ വഖഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. നോട്ടീസ് കിട്ടിയാൽ എന്താണ് സംഭവം, കോൺസിക്വൻസ് എന്താണ് എന്നറിയില്ല. ഇപ്പോൾ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ 5 കുടുംബങ്ങൾ, അവർക്ക് 4.7 ഏക്കർ ഭൂമി അവരവിടുത്തെ പള്ളിയുടേത് കയ്യേറിയെന്നല്ല, വഖഫ് ഭൂമിയിലാണ് അവർ താമസിക്കുന്ന. ഈ 5 കുടുംബങ്ങൾ താമസിക്കുന്ന 4.7 ഏക്കർ ഭൂമി, അതായത് 5 ഏക്കർ കൂട്ടിക്കോ, ഭൂമി വഖഫിൻ്റെതാണെന്ന് പറഞ്ഞ് അവർക്ക് നോട്ടീസ് ഇട്ടിരിക്കുക. നോട്ടീസ് ഒക്ടോബർ 10 കൊടുത്തു. നവംബർ 16 മുമ്പ്, ഇന്നിപ്പോൾ 12 അല്ലേ, 16 മുമ്പ് നിങ്ങളെ ഒഴിപ്പിക്കാതിരിക്കാൻ മതിയായ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ പറഞ്ഞ് വയനാട്ടിലെ തവിഞ്ഞാൽ പഞ്ചായത്തിൽ നോട്ടീസ് കൊടുത്തിരിക്കുക. ആ നോട്ടീസ് കിട്ടിയ ആളുടെ പേര് ഞാൻ പറയാം: NP സലീം, CV ഹംസ, ജമാൽ കുന്നക്കാടൻ, റഹ്മത്ത്, പിന്നെ ഒരു രവി. ഇത്രയും പേർക്കാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഒക്ടോബർ 10 കൊടുത്തു. ഈ 16 മുമ്പ് ഒഴിയണം. 16 മുമ്പ് ഒഴിപ്പിക്കാതിരിക്കാൻ മതിയായ കാരണമുണ്ടെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉള്ള രേഖകളുണ്ട്, ഹാജരാക്കണം. രേഖ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ നിയമം എന്താണ്? പുതിയ 2013 95 പരിഷ്കരിച്ച് 2013 വീണ്ടും പരിഷ്കരിച്ച വഖഫ് നിയമത്തിൽ പറയുന്നത്, അത് വഖഫിൻ്റെ സൈറ്റിലേക്ക് പോയ സ്വർണ്ണ അക്ഷരങ്ങൾ തെളിഞ്ഞു കാണാം. എന്താണെന്ന് അറിയാം? വൺസ് വഖഫ് ഓൾവേസ് എ വഖഫ്. ഒരു തവണ വഖഫായിട്ട് പ്രഖ്യാപിച്ചാൽ ആചന്ദ്രകാലം എക്കാലത്തും ഓൾവൈസ് അത് വഖഫാണ്. അതിൽ ഇടപെടാൻ നാട്ടിലെ ഒരു നിയമത്തിനും കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വഖഫായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വഖഫാണ്. ആ പ്രഖ്യാപനം പിൻവലിക്കാൻ പറ്റുമോ? പിൻവലിക്കാൻ പറ്റില്ല. ഇപ്പോൾ മുനമ്പത്തെ പ്രശ്നം അതാണ്. മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെ ആണെന്ന് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നു. ഇപ്പോൾ അവിടെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും പറയുന്നത് എന്താ? നിങ്ങളെ ഒഴിപ്പിക്കത്തില്ല, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. പക്ഷേ വഖഫിൻ്റെ ആണെന്ന് വഖഫ് പറഞ്ഞാൽ അത് വഖഫിൻ്റെ തന്നെയാണ്. നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ ആളുകൾ താമസിക്കത്തില്ലേ? സർക്കാർ പറയുകയാണ്, പാലത്തിൻ്റെ അടിയിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കത്തില്ല, നിങ്ങൾക്ക് അവിടെ കിടക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ആ വസ്തു പണയം വെക്കാൻ പറ്റുമോ? അവിടെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കെട്ടിടം വെക്കാൻ പറ്റുമോ? പാലത്തിൻ്റെ അടി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സർക്കാരിൻ്റെ ഭൂമിയാണ് എന്ന് പറയുന്ന പോലെ വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ മുനമ്പത്താവട്ടെ, തളിപ്പറമ്പിലാവട്ടെ, ചെല്ലാനത്താവട്ടെ, ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തെ ചെത്തിയിൽ കടപ്പുറത്താവട്ടെ, ചാവക്കാട്ടാവട്ടെ, വയനാട്ട് തവിഞ്ഞാലിലാവട്ടെ, വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അത് വഖഫിൻ്റെയാണ്. നിങ്ങളെ പിന്നെ ഒരു സൗമന്യസോടത്തെ നിങ്ങളവിടെ കിടക്കാൻ സമ്മതിക്കുന്നു, പാലത്തിൻ്റെ അടി കിടക്കുന്ന പോലെ. അല്ലാതെ നിങ്ങൾക്കൊരു അവകാശവും ഇല്ല. ഇപ്പോൾ മുനമ്പത്തെ പ്രശ്നത്തിൻ്റെ ചോദ്യം എന്താ? നിങ്ങളെ ആരും ഒഴിപ്പിക്കത്തില്ല, ഓക്കെ, നിങ്ങളെ ആരും ഇറക്കി വിടത്തില്ല, ഞങ്ങൾ സംരക്ഷിക്കും.
എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂമിക്ക് അപ്പോഴും റൈറ്റ് ഇല്ല. ഭൂമി ആരുടെയാ? വക്കഫിൻ്റെയാണ്. ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നത് എന്താ? അത് ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്, ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഹൈക്കോടതിയിൽ ആരാ കേസ് കൊടുത്തത്? അത് വക്കഫല്ല. മുൻ വക്കഫ് ബോർഡ് മെമ്പറായിരുന്ന നസീർ മനയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ചേട്ടനൊരു കളിയാണ്, അങ്ങോട്ടും കളിയാണ്. ഞങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ വേറെ ആളെ പറഞ്ഞു വിട്ട് കേസ് കൊടുക്കും. കാരണം നസീർ മനയിൽ അവിടെ ഭൂമിയൊന്നുമില്ല. നസീർ മനയിലിൻ്റെ ആവശ്യം ഈ ഭൂമി തൻ്റെ സമുദായത്തിന്, തൻ്റെ മതത്തിന് കിട്ടണം എന്നുള്ളതാണ്. അതിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം വേറെ കാര്യമുണ്ട്, സർക്കാരിന് എന്ത് ചെയ്യാം? സർക്കാർ വിചാരിച്ചാൽ രണ്ട് മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് പറയുന്നവരുണ്ട്. അതായത് വക്കഫ് ബോർഡിനോട് പറയുക, സർക്കാരാണല്ലോ വക്കഫ് ബോർഡിനെ നിയമിക്കുന്നത്, നിങ്ങൾ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന മുനമ്പത്തെ ഭൂമി നിങ്ങളുടേതാണ് എന്ന് പറയുന്ന അവകാശവാദം പിൻവലിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ആ ഒരു സത്യവാങ്മൂലം കൊടുത്താൽ മതി. നസീർ മനയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ വക്കഫ് വന്നിട്ട് പറയുക, മുനമ്പത്തെ ഭൂമി ഞങ്ങളുടെയല്ല, അത് ഒരു ഗിഫ്റ്റ് ഡീഡാണ്, മുമ്പ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ കേസ് തീരും. കേസ് സാങ്കേതികമായി തീരും. അപ്പോഴും മറ്റേ ആപ്തവാക്യമുണ്ടല്ലോ, വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ്. ഒരിക്കൽ വക്കഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് റിവോക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയണം. മുനമ്പത്തേത് വക്കഫ് ഭൂമി അല്ല എന്ന് വക്കഫ് ബോർഡ് ഹൈക്കോടതിയിൽ സമ്മതിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭൂമി അല്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും നാളും അവകാശപ്പെട്ട്? അപ്പോൾ നിങ്ങളൊരു കൊള്ള നടത്താൻ ശ്രമിച്ചതല്ലേ? ഒത്താലൊത്തു, പോരട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചാവക്കാട്ടെ പ്രശ്നം വന്നപ്പോൾ ചാവക്കാട്ടെ മുനിസിപ്പൽ ചെയർമാൻ ഷീജ പ്രശാന്ത് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. അത് പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് എന്താ കാര്യം? വക്കഫിൻ്റെ ഭൂമിയാണ് എന്ന് വക്കഫ് അവകാശപ്പെട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വക്കഫ് ട്രിബ്യൂണലിന് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റില്ല, സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിൻ്റെ വിധിയുണ്ട്. അതായത് വക്കഫ് ആണെന്ന് വക്കഫ് വിധിച്ചാൽ അത് ഹൈക്കോടതികൾക്ക് ഇടപെടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഹൈക്കോടതി പോകാൻ എന്താണെന്നറിയോ? സാധാരണ നമ്മുടെ നാട്ടിൽ ഒരുപാട് ട്രിബ്യൂണലുകളുണ്ട്. അതുപോലത്തെ ഒരു ട്രിബ്യൂണലാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് മതകോടതിയല്ല, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മറ്റേ ഗ്രീൻ ട്രിബ്യൂണൽ, മോട്ടോർ ആക്സിഡൻറ്റ്സ് ക്ലെയിം ട്രിബ്യൂണൽ എന്ന് പറയുന്ന പോലെ സർക്കാർ വെച്ചിരിക്കുന്ന ഒരു കോടതിയാണ്. ഒരു ജില്ലാ ജഡ്ജി ഉണ്ട് അതിനകത്ത്, ഒരു മതപണ്ഡിതൻ കൂടിയുണ്ട്. എന്നാൽ പോലും ജില്ലാ ജഡ്ജിയാണെന്നൊക്കെ ശരി, സമ്മതിച്ചു. അപ്പോൾ അവിടെ അടുത്ത ചോദ്യം, ഏത് ട്രിബ്യൂണൽ വിധിക്കെതിരെയും നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം. പക്ഷേ വക്കഫ് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. റിവ്യൂ പെറ്റീഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഒരു റിവ്യൂ പെറ്റീഷനും അനുവദിക്കാറില്ല. അപ്പീൽ പ്രൊവിഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. അപ്പോൾ വക്കഫ് അവകാശപ്പെട്ടാൽ വക്കഫിൻ്റെയാണ്. പിന്നെ നിയമത്തിൽ കൃത്യമായി 41 വകുപ്പിൽ ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നുണ്ട്, വക്കഫിന് തോന്നിയാൽ ആ പ്രോപ്പർട്ടി ഏറ്റെടുക്കാം. 2013 കൊണ്ടുവന്ന ഭേദഗതിയാണ് ഏറ്റവും അപകടം. അതായത് വക്കഫ് ബൈ യൂസർ. അതായത് സിനുവിൻ്റെ ഒരു കെട്ടിടം ഞാൻ വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. വാടകയ്ക്ക് എടുത്തിട്ട് കുറേ നാൾ കഴിയുകയാണ്. അപ്പോൾ സിനു എന്നോട് പറഞ്ഞു, ഞാൻ മുസ്ലിമാണെന്ന് കൂട്ടുക, സിനുവിൻ്റെ കെട്ടിടത്തിൽ വാടകയ്ക്ക് കഴിയുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ സിനു എന്നോട് പറഞ്ഞു, നിങ്ങൾ മാറിത്തരണം. അപ്പോൾ ഞാൻ മാറിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ മാറുന്നതിന് മുമ്പ് ഞാൻ പറയുന്നു, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിരുന്ന ഈ കെട്ടിടം ഞാൻ അള്ളാഹ്ക്ക് കൊടുത്തിരിക്കുന്നു, അള്ളാഹ്ക്ക് വക്കഫ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതി വെക്കുകയോ എന്ന് 2 സാക്ഷികളുടെ മുമ്പാകെ പറയുകയോ ചെയ്താൽ എൻ്റെ ഇത് പോയി, നിങ്ങളുടേത് പോയി. അതെന്തൊരു നിയമമാണ്? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വാടകയ്ക്ക് വീടുകൾ കൊടുത്തിട്ടുണ്ട്, കടമുറികൾ കൊടുത്തിട്ടുണ്ട്, സ്ഥലങ്ങൾ പോലും ലീസിന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ബൈ യൂസ് ഇത് വക്കഫിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി പോയി. അപ്പോൾ ഒരു പരിധി വരെ അയാൾ ഉപയോഗിക്കുകയും ചെയ്തു. അയാളുടെ കാലം കഴിയുമ്പോൾ കാലം കഴിയണ്ട, അല്ല അയാളുടെ ഡീഡിൻ്റെ ഒരു കാലാവധി, ഡീഡിൻ്റെ കാലാവധിയും കഴിയണ്ട, വേണ്ട. അതിന് മുമ്പ് എപ്പോൾ വേണേലും ഞാനിവിടെ വന്ന് താമസിച്ചു, എന്നിട്ട് ബൈ യൂസിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, വക്കഫിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആരാൻ്റെ ഭൂമി? ഇതെന്തൊരു കാടൻ നിയമമാണ്. ഈ നിയമം മാറണ്ടേ? തീർച്ചയായിട്ടും ഈ നിയമം ഇതിങ്ങനെയാണ് നിയമം എന്നറിയാതെയാണ് ഷീജ പ്രശാന്ത് എന്നുള്ള മുനിസിപ്പൽ ചെയർമാൻ ചാവക്കാടുകാരോട് പറയുന്നത്, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഞാൻ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിക്കാനാണ്? താൽക്കാലിക പരിഹാരം, അവരുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാം അല്ലേ? ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് കളക്ടർക്ക് പരാതി കൊടുത്തത്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്കറിയില്ല. ഇനി അവരോട് ചോദിക്കുന്നത്, വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പോലെ തന്നെയാണ് എന്ന് പറയുന്നു. വക്കഫ് ബോർഡും ദേവസ്വം ബോർഡും രാപ്പകൽ വ്യത്യാസമുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ദേവസ്വങ്ങളുടെ സ്വത്ത് മുഴുവൻ സർക്കാർ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് സർക്കാർ ഭരിക്കുന്നു. ദേവസ്വം ബോർഡിന് ആരുടെ വസ്തുവും, സിനുവിൻ്റെ വസ്തു, ഞാൻ ദേവസ്വം ബോർഡാണ്, സിനുവിൻ്റെ പ്രോപ്പർട്ടി ദേവസ്വത്തിൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമസ്ഥതയിലാവത്തില്ല. വീട്ടിൽ പോയി പണി നോക്കാൻ പറയും. സിനു അവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞ് സിനു പറയാം, ഇത് ദേവസ്വത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് അന്യമതസ്ഥൻ്റെ ഭൂമിയും
ദേവസ്വത്തിൻ്റെ ആവത്തില്ല. മത്തായിയുടെ കെട്ടിടത്തിൽ പോയി സിനു താമസിച്ചു. സിനു ഒരു ഹിന്ദുവാണ്. എന്നിട്ട് സിനു വാടകയ്ക്ക് താമസിച്ചിട്ട് സിനു പറയാണ്, മത്തായിയുടെ ഈ വസ്തു ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാൻ ദേവസ്വം ബോർഡിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിൻ്റെ ആവത്തില്ല. അത് ഈ നിയമത്തിൽ വഖഫ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചില കിരാതമായ വ്യവസ്ഥകളുണ്ട്. അതിൽ ഏറ്റവും വലിയ അപകടമുണ്ട്. നേരത്തെ വഖഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസി അള്ളാഹ്ക്ക് സമർപ്പിക്കുന്ന ദാനം, അതാണ് വഖഫ്. ഇസ്ലാം മതവിശ്വാസി അതിവർ മാറ്റി 95-ലും 2013-ലും കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം മുസ്ലിം അല്ലാത്ത ഒരാൾക്കും അള്ളാഹ്ക്ക് ഭൂമി കൊടുക്കാം മനസ്സിൽ വിചാരിച്ച്, ഡോക്യുമെൻ്റ് പോലും വേണ്ട, മനസ്സിൽ വിചാരിച്ച് ഒരാളോട് പറഞ്ഞതിന് 2 സാക്ഷി മതി. അപ്പോൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതെ, ആ വകുപ്പുണ്ട്. ആ വകുപ്പ് കൂടാതെ വേറൊരു വകുപ്പ് കൂടെ ഇതിനകത്തുണ്ട്. വഖഫിന് തോന്നിയാൽ മതി ഈ ഭൂമി വഖഫിൻ്റെ ആണെന്ന്. അപ്പോൾ ഒരു ജനാർദ്ദനൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഇല്ല, അല്ലെങ്കിൽ കുര്യാക്കോസ് താമസിക്കുന്ന വീട്ടിലേക്ക് ഇല്ല. കുര്യാക്കോസിനോട് പറയുക, കുര്യാക്കോസിൻ്റെ അച്ഛൻ മാത്യു, നിങ്ങളുടെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു 10 ഏക്കർ ഭൂമി വഖഫിന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞതിന് സുലൈമാനും ജമാലും സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞാൽ കുര്യാക്കോസിൻ്റെ ഭൂമി പോയി. അതിൻ്റെ മേളിലൊന്നുമില്ല. ഇങ്ങനൊരു നിയമം കേട്ടിട്ടുണ്ടോ? ഇങ്ങനൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. ഈ നിയമത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇത് പറയുമ്പോൾ അത് വർഗീയത എന്ന് പറയുക. എന്നിട്ട് ഇവിടെ ചില രാഷ്ട്രീയക്കാരെല്ലാം പറയുന്നു സംഘപരിവാർ ശക്തികൾ, ചില സാമൂഹ്യ മാധ്യമങ്ങൾ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നു. നിങ്ങൾ പറയേണ്ട മറുപടി, ഇപ്പോഴത്തെ നിയമത്തിൽ വഖഫ് ബൈ യൂസ് എന്നൊരു വ്യവസ്ഥയുണ്ടോ? അതായത് ഒരാളുടെ വസ്തു, ഒരു മുസ്ലിം ആയ ഒരാൾക്ക് മറ്റൊരാളുടെ വസ്തു ഉപയോഗിച്ചു കൊണ്ടിരിക്കെ അത് അള്ളാവിന് കൊടുത്തു വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആളുടെ ഭൂമി നഷ്ടപ്പെടുമോ? സംഭവം മനസ്സിലായില്ലേ? മാത്യുവിൻ്റെ കട സുലൈമാൻ വാടകയ്ക്ക് എടുക്കുന്നു. സുലൈമാൻ എന്നിട്ട് പറയുന്നു ഞാനിത് വഖഫിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ മാത്യുവിൻ്റെ കട വഖഫിന് പോകുമോ? അങ്ങനൊരു വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട്. ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ളൊരു മുന്നോട്ട് വാ. ആ നിയമം ഈ രാജ്യത്തിനാവത്താണോ? തീർച്ചയായിട്ടും ആണല്ലോ. രണ്ടാമത്തത്, നിങ്ങളുടെ പ്രോപ്പർട്ടി, ശങ്കരൻ്റെ ഭൂമി വഖഫ് അവകാശപ്പെടുക. അത് പറയുക ശങ്കരൻ്റെ അച്ഛൻ മാധവൻ ഇത് വഖഫിന് കൊടുക്കാമെന്ന് പറഞ്ഞതിന് ജമാലും സുലൈമാനും സാക്ഷിയാണെന്ന് പറഞ്ഞാൽ ശങ്കരൻ്റെ ഭൂമി പോയി. അതെന്ത് നിയമമാണ്? അതെന്ത് നിയമമാണ്? ഇത്തരം നിയമങ്ങൾ ഈ നാട്ടിലുള്ളപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നവർ ആരെ സഹായിക്കാനാണ്? അപ്പം നമ്മുടെ നാട്ടിൽ ഈ ഉള്ള ഒരു മതത്തിനും ഇല്ലാത്ത നിയമപരമായ ചില സൗകര്യങ്ങൾ, അവകാശങ്ങൾ വഖഫ് നിയമത്തിലൂടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടിയിരിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ വർഗീയതയാവും? നിലവിലുള്ള നിയമത്തിൽ ഈ വ്യവസ്ഥകളില്ലെങ്കിൽ അത് പറയണം. അല്ലാതെ ഇപ്പോൾ ഇന്ന് CPIയുടെ മുഖപത്രം ജനയോഗം ഇന്നലെ മുഖപ്രസംഗം എഴുതി വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ CPIക്കാരെ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, വഖഫ് ബൈ യൂസ് ഉണ്ടോ? അഹിന്ദുവിന് അമുസ്ലിമിന് വഖഫ് ചെയ്യാം എന്ന് വ്യവസ്ഥയുണ്ടോ? ഒരാളുടെ പ്രോപ്പർട്ടി വഖഫാണെന്ന് തോന്നിയാൽ, ആരുടെ പ്രോപ്പർട്ടിയും വഖഫാണെന്ന് തോന്നിയാൽ അയാൾക്ക് നോട്ടീസ് പോലും കൊടുക്കാതെ അത് റവന്യൂ രേഖകളിൽ വഖഫാണെന്ന് രേഖപ്പെടുത്താൻ വഖഫിന് അവകാശമുണ്ടോ ഈ നിയമപ്രകാരം? ഇല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിയമത്തിൽ സെക്ഷൻ ബൈ സെക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമായിരിക്കുന്നത്. ഇനി എങ്ങനെ ഈ വഖഫ് ഉണ്ടായത്? നിങ്ങൾ പറയുന്ന സൗദി അറേബ്യയിൽ വഖഫുണ്ടോ? ഇല്ല. പാകിസ്ഥാനിലുണ്ടോ? സുഡാനിലുണ്ടോ? ഈജിപ്തിലുണ്ടോ? ലെബനോണിലുണ്ടോ? ഇസ്ലാമിക രാജ്യങ്ങളിലില്ല. ഇവിടെ വഖഫ് ഉണ്ടായതിൻ്റെ കഥ കൂടെ അറിയണം. ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ആളുകളെയാണ് ഈ മുനിസിപ്പൽ ചെയർമാൻ ഷീജ പ്രശാന്തിനെ പോലുള്ള ആളുകൾ പറ്റിക്കുന്നത്. ഈ വഖഫ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാമോ? ഇന്ത്യ വിഭജിച്ചു. ഇന്ത്യയിൽ നിന്ന് കുറേ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി. അവരുടെ ഭൂമിയും വീടും ഒക്കെ കടന്നു. അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് ഹിന്ദുക്കൾ ഇങ്ങോട്ട് ഓടി വന്നു. അവരുടെ വീടും പറമ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സർക്കാർ എന്ത് ചെയ്യുന്നറിയാമോ? അവിടുന്ന് ഓടിപ്പോയ ഹിന്ദുക്കളുടെ വീടുകളും പുരയിടങ്ങളും ഒക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ മുസ്ലിങ്ങൾക്ക് കൊടുത്തു. ന്യായമാണല്ലോ. അതെ. അതേസമയം ഇന്ത്യയിലെ നെഹ്റുവിൻ്റെ സർക്കാർ എന്തെന്നറിയോ? ഇവിടെ നിന്ന് ഓടിപ്പോയ മുസ്ലിമിൻ്റെ സംരക്ഷണങ്ങൾ വസ്തുക്കളൊക്കെ സംരക്ഷിച്ചു. അവിടുന്ന് ജീവനും കൈ പിടിച്ചുകൊണ്ട് ഓടി വന്ന ഹിന്ദുക്കൾക്ക് കൊടുത്തില്ല. നീയൊക്കെ അഭയാർത്ഥി ക്യാമ്പിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് അത് മുസ്ലിങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടൊരു ബോർഡുണ്ടാക്കി. അതാണ് വഖഫ് ബോർഡ്. തുടക്കം മുതൽ നെഹ്റു കാണിച്ച മുസ്ലിം പക്ഷപാതത്തിൻ്റെ ഫലമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വലിയ ചതി എത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കുമാണ്. അത് കഴിഞ്ഞാൽ വഖഫിനാണ്. എങ്ങനെ കിട്ടി? ഇന്ത്യ കൂടിയിട്ടില്ല. 2 ലക്ഷം ഏക്കർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 9 ലക്ഷം ഏക്കറായിട്ടുണ്ട് വഖഫിന്. ഇന്ത്യ വികസിച്ചിട്ടില്ലല്ലോ. ഇവരുടെ ഭൂമി കൂടുന്നു. എങ്ങനെ കൂടുന്നു? ഇങ്ങനെ ആരുടെ ഭൂമിയും മനസ്സിൽ തോന്നിയാൽ തങ്ങളുടേതാക്കാം എന്ന് പറയുന്ന
അല്ലെങ്കിൽ വല്ലവൻ്റെ വീട്ടിൽ കയറി അല്ലെങ്കിൽ മറ്റു വല്ലവൻ്റെ സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിട്ട് അതും വക്കഫാക്കി എടുക്കാം എന്ന് പറയുന്ന വ്യവസ്ഥകൾ കൊണ്ടാണ് ഇങ്ങനെ ഭൂമി കൂടിയത്. ഇത് പറയുമ്പോൾ എവിടെയാണ് വർഗീയതയാവുന്നത്? ഇതിപ്പോൾ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണെന്ന് ആർക്കും കേട്ടാൽ മനസ്സിലാവും. ആർക്കും മനസ്സിലായിട്ടില്ല. കുറേയൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് ആളുകൾക്ക് ബോധ്യം വന്നത്. ഈ നിയമം കെണിയാണ്, ഈ നിയമം മാറണം, ഈ നിയമം മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമം മാറ്റിയാലും പൂർണ്ണമായി സംരക്ഷണം കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോഴും പറയുന്നത്, കാരണം ഇങ്ങനൊരു നിയമം ലോകത്തൊരു ജനാധിപത്യ രാജ്യത്ത് നിൽക്കാൻ പാടില്ലാത്തതാണ്. ഈ നിയമം എടുത്തു കളയാണ് വേണ്ടത്. ഒരു മതത്തിന് വലിയ സ്വാധീനം കൊടുക്കുക. കാരണം ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ മതമെന്ന് അവർ പറയുന്നത്, പക്ഷെ ന്യൂനപക്ഷത്തിന് ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാൻ പറ്റും. ഏത് സ്ഥലവും ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചെന്ന് പറയട്ടെ. ഈ തിരിച്ച് വക്കഫ് ബോർഡ് പോലെ ഒരു ശ്രീ പത്മനാഭ ബോർഡ് ഉണ്ടാക്കണം. കാരണം ശ്രീ പത്മനാഭ ദാനം കൊടുത്തതാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യം മുഴുവൻ. ആരുടെ അപ്പോൾ സ്ഥലം? തിരുവിതാംകൂർ രാജ്യം മുഴുവൻ പത്മനാഭൻ്റെയാണ്. അതുകൊണ്ട് പത്മനാഭദാസനായിട്ടല്ലേ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരണം നടത്തിയത്. അപ്പോൾ തിരുവിതാംകൂർ മുഴുവൻ ശ്രീ പത്മനാഭൻ്റെയാണ്. അതുകൊണ്ട് ശ്രീ പത്മനാഭൻ്റെ ഭൂമി മുഴുവൻ തിരിച്ചു പിടിക്കാൻ ഒരു ശ്രീ പത്മനാഭ ബോർഡ് ഉണ്ടാക്കിയാൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾ സമ്മതിക്കുമോ? കോൺഗ്രസ് സമ്മതിക്കുമോ? അപ്പം മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന മുസ്ലിം രാജ്യം മുഗളന്മാർ ഭരിച്ചതുകൊണ്ട് ഇന്ത്യ മുഴുവൻ വക്കഫിൻ്റെ ആണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ മുഗളന്മാർക്ക് മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നില്ലേ? മുഗളന്മാർ വന്നതോടെയാണോ ഇന്ത്യ ഉണ്ടായത്? മുഗളന്മാർ ഭരിച്ചത് എങ്ങനെയാണ്? ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെ തോൽപ്പിച്ച് അവരുടെ ഭൂമി അവരുടെ രാജ്യം പിടിച്ചെടുത്തിട്ടാണ് ഇന്ത്യ ഉണ്ടാക്കിയത്. അപ്പോൾ മുഗളന്മാർക്ക് മുമ്പ് ഇവിടെ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, ഇന്ത്യ ഉണ്ടായിരുന്നു. മുഗളന്മാരോട് കൂടിയാണ് ഇന്ത്യയിലെ ചരിത്രം, ഇന്ത്യ ഉണ്ടായെന്ന് ചരിത്ര പുസ്തകത്തിൽ പഠിപ്പിക്കുന്നതിൻ്റെ കുഴപ്പമാണിത്, അല്ലേ? മുഗളന്മാർ വന്നു, മുഗളന്മാർ ഭരിച്ചതുകൊണ്ട് ഇന്ത്യ മുഴുവൻ വക്കഫിൻ്റെയാണ് എന്നാണ് പറയാതെ വെക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് സർക്കാർ കാലങ്ങളായി ഈ നിയമം ഉണ്ടാക്കി നെഹ്റു. അതിനുശേഷം 95 അത് വീണ്ടും പരിഷ്കരിച്ചു. 2013 അതിന് പല്ലും നഖവുമല്ല അറക്കവാളും ബുൾഡോസറിൻ്റെയും ശക്തി കൊടുത്തു. ആരുടെ ഭൂമിയും പിടിച്ചെടുക്കാമെന്ന്. ഇതിനെതിരെയാണ് ആളുകൾ പൊരുതേണ്ടത്. ഈ നിയമം ചുരുങ്ങിയ പക്ഷം ഭേദഗതി വരുത്തുകയെങ്കിലും വേണം കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോകുന്നത് പോലെ. അതോടെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അപ്പോഴും പ്രശ്നം തീരാനൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ നിയമം റദ്ദാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ എന്താ ചാവക്കാട് എന്താ പറ്റിയിരിക്കുന്നറിയോ? ചാവക്കാട് വലിയകത്ത് ഹനീഫ മണത്തല വില്ലേജ് ഓഫീസിൽ പോയി. മുസ്ലിമാണേ. മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഭൂമി പണയം വെച്ച് ലോൺ എടുക്കണം. അപ്പോൾ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസർ പറഞ്ഞത് ROR എന്നൊരു ഡോക്യുമെൻറ്റ്, റെക്കോർഡ് ഓഫ് റൈറ്റ്സ്, നമ്മുടെ ഭൂമിയിലെ അവകാശം കാണിക്കുന്ന ഒരു രേഖ ROR തരാൻ പറഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ മണത്തല വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞു, തരാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഭൂമി വഖഫ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. നോക്കൂ, ഇതിന് ഇരകളാകുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനി മാത്രമല്ല, മുസ്ലിങ്ങളും ഇരകളാണ്. ഒരാവശ്യത്തിന് ഭൂമി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നോട്ടീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഇപ്പം പലരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചെല്ലാനത്തെ കാര്യം, ചെല്ലാനത്ത് ആരും അറിഞ്ഞിട്ടില്ല. കാരണം അവർ വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അവർ ഞങ്ങളുടെ ഭൂമിയാണെന്ന് കേന്ദ്ര വഖഫിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെല്ലാനം മുഴുവൻ ഇന്ന കോഡ് നമ്പർ റഫറൻസ് നമ്പർ പ്രകാരം വഖഫിൻ്റെ ആണത് എന്ന് പറഞ്ഞാൽ അത് ആളുകൾ അറിഞ്ഞു വന്ന് നോട്ടീസൊക്കെ ആയി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. അവിടെ കിടക്കുകയാണ്. നിങ്ങളത് ഈ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്തുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് ചെല്ലാനത്തെ ഭൂമി അവകാശപ്പെട്ടുകൊണ്ട് വഖഫിൽ ഒരു അവകാശവാദം വഖഫ് ബോർഡ് ഉന്നയിച്ചതോടുകൂടി ആ ഭൂമിയുടെ ക്രയവിക്രയ സാധ്യത മങ്ങി. ഇനി റവന്യൂ രേഖകളിൽ മാറും. നോട്ടീസ് കിട്ടുമ്പോഴേ അറിയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ചാവക്കാട്ടെ വലിയകത്ത് ഹനീഫ ചെന്നതുപോലെ ഓരോരുത്തരും ചെന്ന് ഭൂമിയുടെ ഡോക്യുമെൻ്റ് എടുക്കാൻ നേരത്തെ അറിയുള്ളൂ. നിങ്ങൾ അറിയത്തുപോലും വഖഫ് നിങ്ങളുടെ ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചു എന്നത് നമ്മൾ അറിയത്തുപോലുമില്ല. നമ്മളൊരാവശ്യത്തിന് ഭൂമിയുടെ ഒരു ക്രയവിക്രയത്തിനോ ഒരു ഡോക്യുമെൻ്റ് എടുക്കാനോ ചെല്ലുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ എന്നതാണ് ഇതിലെ ഏറ്റവും ഭീകരമായ ചതി. അപ്പോഴേക്കും എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കും. ഈ നിയമം അടിയന്തരമായി മാറേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ പുറത്തു വരുന്നു. മുനമ്പത്തിന് ശേഷം ചാവക്കാട് വന്നു, ഇപ്പോൾ തവിഞ്ഞാൽ വയനാട് പഞ്ചായത്തിലെ തവിഞ്ഞാൽ വന്നിരിക്കുന്നു, ചെല്ലാനം വന്നിരിക്കുന്നു, തളിപ്പറമ്പ് വന്നിരിക്കുന്നു. ഇനി എവിടെയൊക്കെ എന്നുള്ളത് ഈ വഖഫിൻ്റെ സൈറ്റിൽ കയറി ഓരോ ഭൂമിയുടെയും ഡോക്യുമെൻറ്റുകൾ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളായ ആളുകൾ അറിയണം, മുനമ്പത്ത് 400ഓളം കുടുംബങ്ങളിലെ ആളുകൾ കഴിഞ്ഞ 1.5 മാസമായി അവരുടെ ഭൂമി നഷ്ടപ്പെട്ടതിനെതിരെ സമരത്തിലാണ്. അവിടെയുള്ള അവരുടെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികൾ വയനാട്ടിൽ നാളെ ബാലറ്റ് വോട്ട് ചെയ്യാൻ പോവാണ്, ബാലറ്റ് എടുക്കാൻ പോവാണ്.
ബാലറ്റാണല്ലോ മനുഷ്യൻ്റെ ഏക ആയുധം. പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അവരാലോചിക്കണം. വയനാട്ടിൽ തവിഞ്ഞാൽ പഞ്ചായത്തിൽ വരെ നോട്ടീസ് വന്നു കഴിഞ്ഞു. നിങ്ങൾ ഈ നിയമം ഉണ്ടാക്കിയ പാർട്ടിയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വീണ്ടും ജയിപ്പിക്കാൻ പോവുക. സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം, പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടി വന്നാൽ ഇവർ അട്ടഹസിച്ച് പറയും, നിങ്ങൾ വഖഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി, ജനം മുഴുവൻ ഞങ്ങളുടെ കൂടെയാണ്, 8 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് കിട്ടുമെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷേ അവിടെ കൈപ്പത്തിക്ക് കുത്തുന്ന ഓരോ വോട്ടും വഖഫ് നിയമത്തെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ വരുന്ന കൈകൾക്കുള്ള വോട്ടാണ്. അത് ഓർക്കണം. പ്രിയങ്ക തോൽക്കാൻ സാധ്യതയൊന്നുമില്ല. കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ മുസ്ലിം വോട്ടുകൾ മാത്രം മതി പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിക്കാൻ. പക്ഷേ അവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും വഖഫ് എന്നുള്ള ഭീകര രാക്ഷസൻ നിങ്ങളെ വിഴുങ്ങാൻ വരുന്നു. അതിന് തടയിടാൻ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് മാറ്റാനുള്ള അവസരമായി ഈ വോട്ടിനെ, ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തിയാൽ, കേരളത്തിലെ 3 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ വിനിയോഗിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷയുണ്ടാവും. ഒരുപക്ഷേ ഉള്ളൂ. കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പാർട്ടിയാണ്. ഏതായാലും വഖഫിനെതിരെ പൊരുതേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ആവശ്യമാണ്. കാത്തിരിക്കാവുന്നല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.